ഈ പോലീസുകാർ ഒരു വൻ മതിലാണെന്നുള്ള ധാരണയോ മറ്റോ മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകൾ ആകപ്പാടെ ഇരുമ്പി വരികയാണ്. ഈ ഘട്ടത്തിൽ അവരെ നേരിടാനുള്ള നിർണായകമായ ഒരായുധം എന്ന് പറയാനുണ്ടെങ്കിൽ അത് ടിയർ ഗ്യാസ്, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ചില ജലപീരങ്കികൾ, പിന്നെ അവസാനമായി വെടിവെക്കൽ, ഇത്രയുമാണ്. ഇത് പരമ്പരാഗതമായ ചില ആയുധ സജ്ജീകരണങ്ങളാണ്. ആധുനിക സാങ്കേതിക വിദ്യ വികസിച്ചു വരുന്നതിനനുസരിച്ച് ഒരു വികർഷണ സംവിധാനം ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസിന്റെ പക്കൽ ഉണ്ടാകുന്നത് നല്ലതാണോ? അതായത് ഒരു ഇലക്ട്രോണിക് സംവിധാനം അനുസരിച്ച് ഇങ്ങോട്ട് ചീറിയെടുത്ത് വരുന്നവരെ പെട്ടെന്ന് ഒരു പ്രകാശം കൊണ്ട് പിന്തിരിപ്പിക്കുന്നതോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ സാർ? അങ്ങനെ നമ്മുടെ ദേശീയ DGPമാരുടെ സമ്മേളനത്തിൽ ഇത് പ്രത്യേകമായിട്ട് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയുള്ള നടപടികൾ നടക്കുന്നുണ്ട്. അതായത് നോൺ ലീതൽ ബട്ട് ഡിറ്ററന്റ് വെപ്പൺസ്. നോൺ ലീതൽ, ആളുകളെ കൊല്ലാതെ തന്നെ ആളുകളെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള വെപ്പൺസ്. താങ്കൾ പറഞ്ഞതുപോലെ നല്ല പ്രകാശമുള്ള ലൈറ്റ്, ബ്ലൈൻഡിങ് ലൈറ്റ് ടു വിച്ച് പീപ്പിൾ കനോട്ട് സീ. ഇപ്പൊ നമ്മൾ തള്ളി കയറാൻ വരുന്ന ഉടനെ നല്ല ലൈറ്റ് അടിച്ചു കൊടുത്തു. ഇപ്പൊ തന്നെ എനിക്ക് ലൈറ്റ് നോക്കുന്നത് പ്രയാസമാണ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ബ്ലൈൻഡിങ് ലൈറ്റ് വിത്ത് 10,000 ലക്സ് 12,000 ലക്സ് ഇമ്മീഡിയറ്റ് ലൈറ്റ്, അതിന്റെ ഫ്ലാഷ് ഇതൊക്കെ കൊടുത്തപ്പോൾ ഇതാകും. പിന്നെ ടേസർ എന്ന് പറഞ്ഞൊരു വിദ്യയുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ആധുനിക സാങ്കേതിക വിദ്യ ലേസർ ഉപയോഗിച്ച് വളരെ പിൻ പോയിന്റഡ് ആയിട്ട് പലരെയും പിന്തിരിപ്പിക്കാൻ സാധിക്കും. ഇതിനൊക്കെയുള്ള സാങ്കേതിക വിദ്യ ഇപ്പോൾ ലോകത്ത് വികസിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നത് നമ്മൾ മാത്രമല്ല, വളരെ ശാസ്ത്രീയമായിട്ട് വളരെ വികസിച്ച പാശ്ചാത്യ ജനാധിപത്യ സമൂഹങ്ങളും ഇതേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത് സംബന്ധിച്ചുള്ള ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ആ ഗവേഷണങ്ങളുടെ സൽഫലമോ ദുഷ്ഫലമോ എന്നെനിക്ക് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമ്മുടെ നാട്ടുകാരും താമസിയാതെ അവ അനുഭവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെടിവെച്ച് ആളുകളെ കൊല്ലുക എന്നുള്ള ഒരു ക്രൗഡ് ഡിസ്പെർസൽ ടെക്നിക്ക് അതിൻ്റെ ഒരു പ്രാകൃത സ്വഭാവമുണ്ട്. അത് പലപ്പോഴും ജനാധിപത്യ സമൂഹങ്ങൾ സ്വീകരിക്കുകയില്ല. അപ്പോൾ അതൊന്നും ഒരു ബ്രിട്ടനിലൊക്കെ വളരെ നടന്നിട്ട് തന്നെയില്ല. ഒരു ക്രൗഡിനെ വെടിവെച്ച് ഒരാളെ കൊന്ന സംഭവങ്ങളൊക്കെ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് മാറിയതിന് ശേഷം ഈ ക്രൗഡിനെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാം. ഇപ്പോൾ രാഷ്ട്രങ്ങളെ തന്നെ കണ്ടെയ്ൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് അന്താരാഷ്ട്രമായിട്ട് പോലും ചിന്തിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തികൾ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവേഷണം നടക്കുന്നുണ്ട്. അതിന്റെ സൽഫലങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനും കൂടി പോലീസ് ആക്ടിൽ വകുപ്പിട്ടിട്ടുണ്ട്. പോലീസുകാരെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു പൊതുതലത്തിലെ പ്രശ്നം ഇത്തരം സംഘർഷ സന്ദർഭങ്ങളിൽ അവർക്കെതിരെ പ്രയോഗിക്കുന്ന അസഭ്യവർഷങ്ങളാണ്. അത് പലരും കരുതിക്കൂട്ടി തന്നെ പ്രയോഗിക്കുന്നു. ഒരു ചെറിയ നിർദ്ദേശം ഒന്ന് സമർപ്പിക്കട്ടെ സാർ. അങ്ങ് തീർച്ചയായും ഇനിയും പോലീസ് നവീകരണത്തിന്റെ ഗവേഷണ തലത്തിലൊക്കെ തീർച്ചയായും പങ്കെടുക്കുമല്ലോ. അതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു പ്രത്യാശയോടുകൂടി സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ പോലീസിനെ അപമാനിക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു വരുന്നവരുടെ ശബ്ദത്തെ അവർ ഉച്ചഭാഷണിയിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് മുഴക്കുക. അതിനെ മറികടക്കുന്ന ഒരു ഹൈ വോൾട്ട് ആന്റി സൗണ്ട് എന്നുള്ള രീതിയിൽ കുറെ നല്ല റോക്ക് മ്യൂസിക്കോ പാട്ടുകളോ മറ്റോ അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നതിന്റെ സാധ്യത കാണുന്നുണ്ടോ അങ്ങ്? ഇല്ല, അതിന് വലിയ പ്രയാസമായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പോലീസിനെ തെറി പറയുന്നത്, പോലീസ് പുല്ലാണ് അല്ലെങ്കിൽ പോലീസിനെ തെറി പറയുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ്. അപ്പോൾ അതിനുള്ള യഥാർത്ഥ മറുമരുന്നെന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ, വ്യക്തികളാണെങ്കിലും മുദ്രാവാക്യം വിളിക്കുന്ന കൂട്ടങ്ങളാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ റെക്കോർഡ് ചെയ്യണം. ഇത് ജനസമൂഹത്തിന് മുമ്പാകെ ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. ഇത് അന്നേരം ഇത് വളരെ നല്ലതായിട്ട് തോന്നുമെങ്കിലും ഈ പറയുന്ന ആളുകൾ തന്നെ, ഈ പറയുന്നത് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ തന്നെ ശാന്തമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ടെലിവിഷനിൽ കൂടി ഇത് ആരെങ്കിലും ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ എൻ്റെ അപ്പനാണോ ഇത് പറഞ്ഞത്, ഞാനാണോ ഇത് പറഞ്ഞത്, എൻ്റെ മകനാണോ ഇത് പറഞ്ഞത് എന്നോർത്ത് ബന്ധപ്പെട്ടവർ ലജ്ജിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. കാരണം വികാരവിക്ഷോഭത്തിന് അടിമപ്പെട്ട് ഈ സംസ്ഥാനത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള ജനങ്ങളുടെ പ്രതിനിധികളാണ് ഈ പോലീസുകാർ. ഒരർത്ഥത്തിൽ ജനങ്ങൾ സൃഷ്ടിക്കുന്ന നിയമം നടപ്പാക്കാൻ വേണ്ടി നിൽക്കുന്ന പോലീസുകാർ ജനങ്ങളുടെയും കൂടി പ്രതിനിധികളാണ്. അപ്പോൾ അവരെ വളരെ ഹിംസാത്മകമായ രീതിയിൽ, വളരെ മോശപ്പെട്ട രീതിയിൽ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിക്കുന്നത് ഒരു സംസ്കാര ശൂന്യതയുടെ ലക്ഷണമായും അതിൽ നമ്മൾ ലജ്ജിക്കണമെന്നുള്ള ചിന്തയിലും ആളുകളായിത്തീരാനുള്ള ഒരു സമീപകാലത്ത് തന്നെ ആയിത്തീരും. അത് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പല വികസിത രാജ്യങ്ങളിലും അത് നടക്കുന്നില്ല. അതിനെ നമ്മൾ പ്രത്യേകമായിട്ട് അതിനെ ശിക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ജനങ്ങളുടെ സാംസ്കാരിക ജനാധിപത്യ ബോധം വളർന്നതനുസരിച്ച് അതില്ലാതായിക്കോളും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർണ്ണ നവീകരണം പോലീസിന്റെ വേഷ സംവിധാനത്തിന് പ്രസക്തമാണോ, സാധ്യമാണോ, അത് പരിഗണനയിലുണ്ടോ? അത് വർണ്ണ നവീകരണം വേണം എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കാക്കിയെ ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ ഈ പലപ്പോഴും നമ്മുടെ ഒരു വിഷ്വൽ, ദ വിഷ്വൽ കൺവേസ് എ മെസ്സേജ്. അപ്പോൾ പലപ്പോഴും ഒരു ക്രൗഡ് കൺട്രോൾ സമയത്ത് കാക്കിയിട്ട് ആളുകൾ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒന്നും ചെയ്യാതെ തന്നെ ഈ ദൃശ്യം തന്നെ ചില അനുഭൂതികൾ ദർശിക്കുന്നവരിൽ ഉണ്ടാക്കുന്നു. അത് പലപ്പോഴും ഡിസ്പെർസലിനെ സഹായിക്കുന്നു. അപ്പോൾ പലരുടെയും ആർഗ്യുമെന്റ് അതാണ്. അപ്പോൾ നമ്മൾ 200 കൊല്ലമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു നിയമസമാധാന സങ്കേതം, ആ സങ്കേതത്തിന്റെ നിറം കാക്കിയാണ്. ആ നിറം പെട്ടെന്ന് മാറ്റുമ്പോൾ ആ മെസ്സേജിനെ, നിയമസമാധാന ദൗത്യ സന്ദേശത്തിന്റെ വികലമായിട്ടുള്ള ട്രാൻസ്മിഷൻ അത് സംഭവിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചേ ചെയ്യാവൂ എന്നുള്ള ഒരു കോഷനുമുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പാശ്ചാത്യ സമൂഹങ്ങളിലൊന്നും തന്നെ പോലീസിന്റെ നിറം കാക്കിയല്ല. ഇത് കൊളോണിയൽ പോലീസിന്റെ നിറമാണ്. കൊളോണിയൽ പോലീസ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പോലീസിന്റെ നിറം കാക്കിയായിരുന്നു. എന്നാൽ ജനാധിപത്യ പോലീസ് എവിടെയുണ്ടോ ആ ജനാധിപത്യ പോലീസിന്റെ മുഴുവൻ നിറം നീലയോ വെള്ളയോ ഗ്രേയോ ആണ്. ഇത് നമുക്ക് ഫ്രാൻസിലെ പോലീസോ ഇംഗ്ലണ്ടിലെ പോലീസോ സ്പെയിനിലെ പോലീസോ ഒക്കെ താങ്കൾ പോയി കാണും. ഇവിടെ എല്ലാം പോലീസിന്റെ നിറം മറ്റ് ഒരു നല്ല സൗഹൃദമായിട്ടുള്ള ഈ സ്പെക്ട്രത്തിലുള്ള ഏതെങ്കിലും കളറാണ്, പീപ്പിൾ ഫ്രണ്ട്ലി കളറാണ്. ഈ കാക്കി എന്ന് പറയുന്ന മുഷിപ്പുണ്ടാക്കുന്ന നിറം, അതിന്റെ ഒരു അധികാരത്തിന്റെ പര്യായമായി ആളുകൾ പരിഗണിക്കുന്ന ഒരു നിറം, അത് കൊളോണിയൽ സമൂഹങ്ങളിലാണ് ഉള്ളത്. അത് മാറും എന്നാണ് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ അത് മാറിക്കഴിഞ്ഞു. ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും താമസിയാതെ ആ നിറത്തിൽ നിന്ന് മാറും. ആ നിറം മാറിയാലും അധികാരത്തിൽ നിന്ന് സൗഹൃദത്തിൻ്റെതായിട്ടുള്ള ഒരു പോലീസ് സംസ്കാരം മാറി എന്നൊരു അടയാളമായിരിക്കും ആ നിറമാറ്റം. അധികാര സ്വരൂപികളായ പോലീസുകാർ സൗഹൃദ സ്വരൂപങ്ങളായി മാറുന്നതിന് ലക്ഷണമായിരിക്കും ഈ നിറം മാറ്റം. അങ്ങയുടെ ചില പ്രഭാഷണങ്ങൾ കേൾക്കാൻ സന്ദർഭം കിട്ടിയിട്ടുണ്ട്. അങ്ങ് ഏറെ പ്രഭാഷണങ്ങൾ നടത്താൻ സമയമുള്ള ഒരു ഉത്തരവാദിത്വത്തിലും ആയിരുന്നില്ലല്ലോ. ഭീകരവാദ വിരുദ്ധ ബോധവത്കരണ സെമിനാറിൽ അങ്ങ് തിരുവനന്തപുരത്ത് ചെയ്ത ഒരു പ്രസംഗം വളരെ മനഃശാസ്ത്രപരമായി ഭീകരവാദികളെ എങ്ങനെ നേരിടാം എന്ന് അങ്ങ് പറഞ്ഞു. അത് ഒന്ന് ചുരുക്കി നമ്മുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഭീകരവാദികളായിരിക്കുന്ന ആളുകളുടെ ഉദ്ദേശങ്ങൾ നമ്മളവരെ അറസ്റ്റ് ചെയ്യുമെന്നും നമ്മളവരെ പീഡിപ്പിക്കുമെന്നും നമ്മളവരെ വേണമെങ്കിൽ തൂക്കാൻ വിധിക്കുമെന്നും ഒക്കെ അവർക്കറിയാം. ഇതൊന്നുമല്ല അവരുടെ ഡിറ്ററൻസ്. അവർ യഥാർത്ഥത്തിൽ ഭീകരവാദത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, ഒന്ന്, അവർക്ക് ഒരു പ്രതികാര വാഞ്ചയുണ്ട്. അവർ പ്രതികാര വാഞ്ച ശരിയായിട്ടുള്ള വസ്തുക്കളെ ആയിരിക്കുകയല്ല അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. അവർ വിശ്വസിക്കുന്ന എന്തോ ഒരു തത്വശാസ്ത്രത്തിന്റെയോ ഏതോ ഒരു ഗ്രീവൻസിന്റെയോ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണം, ആരോടൊന്നില്ല, ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണം. അപ്പം റിവെഞ്ച്. ദെൻ ദേ ഓൾസോ വോണ്ട് റിനോൺ. ഇത് വലിയ അടിസ്ഥാനപരമാണ്. ഞാനിങ്ങനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി, ആ ഗ്രീവൻസിന് വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു എന്ന് ലോകം മുഴുവൻ എൻ്റെ പേരറിയണം. റിനോൺ. ഈ റിവെഞ്ചിനും റിനോണിനും വേണ്ടിയാണ് ഈ ആളുകൾ, ഈ ടെററിസ്റ്റ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം യഥാർത്ഥത്തിൽ അവരെ നേരിടാൻ വേണ്ടി ഈ റിനോൺ എന്നുള്ള സംഗതികൾ നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ ഇവരെല്ലാവരും തന്നെ ഇന്ന് ഒസാമ ബിൻ ലാഡനെയാണ് ഒരുപക്ഷെ ഇപ്പം ഇന്ത്യൻ പ്രസിഡന്റിന്, സമാധാനകാംക്ഷിയായ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിനേക്കാൾ കൂടുതൽ ജനങ്ങൾ അറിയുന്നത് ഒരു ഭീകരവാദിയായ ഒസാമ ബിൻ ലാഡന്റെ പേരാണ്. ഈ റിനോൺ അവർക്ക് വളരെ പ്രധാനമാണ്. ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ പ്രശസ്തി നിലനിൽക്കും. അപ്പം അവരെ വ്യക്തിപരമായി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവരെ കണ്ടെയ്ൻ ചെയ്യുന്നതിൽ, പിന്നെ അതുപോലെ തന്നെ ഇവരേത് സമൂഹത്തിന് വേണ്ടിയാണോ ഇവർ റിവെഞ്ച് നടത്തുന്നത്, ആ സമൂഹത്തെ നമ്മൾ സുഹൃത്തുവൽക്കരിക്കണം. ആ സമൂഹത്തെ നമ്മൾ സുഹൃത്തുക്കളാക്കാൻ ശ്രമിക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിന്റെ പ്രതിനിധികളായി ആ സമൂഹം വലിയ പ്രതിസന്ധി, അത് ശ്രീലങ്കയിലെ തമിഴരാണെങ്കിലും കൊള്ളാം, അയർലൻഡിലെ കാത്തലിക്സ് ആണെങ്കിലും കൊള്ളാം, സെർബിയയിലെ മുസ്ലിംസ് ആണെങ്കിലും കൊള്ളാം, അങ്ങനെ എവിടെയാണെങ്കിലും ഈ ഭീകരവാദികൾ വരുന്നത് അവരുടെ ഏതോ ഒരു പർട്ടിക്കുലർ സമൂഹത്തിന്റെ വക്താക്കളായിട്ടാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ സമൂഹത്തിൽ നിന്ന് ഈ ഭീകരവാദികളെ ഒറ്റപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഭീകരവാദത്തെ പരാജയപ്പെടുത്താൻ വേണ്ടത്. പലപ്പോഴും ചെയ്യുന്നത് ഈ ഭീകരവാദികളെയും ആ സമൂഹത്തെയും കൂടി ഒരേ ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തി രണ്ടിനെയും എതിർക്കുന്ന ഒരു രീതിയിൽ വരും. അത് യഥാർത്ഥത്തിൽ ഭീകരവാദത്തെ സഹായിക്കും. ആ ഭീകരവാദികൾ ഏത് സമൂഹത്തെ സപ്പോർട്ട് ചെയ്യുന്നോ, അവരുടെ സപ്പോർട്ട് ഏത് സമൂഹം പ്രതീക്ഷിക്കുന്നുവോ, ആ രണ്ട് കാര്യങ്ങളെ തമ്മിൽ അകറ്റിയെടുക്കുകയാണ് ഭീകരവാദം ആസ്വദിക്കാനുള്ള ഏറ്റവും വലിയ സ്ട്രാറ്റജി. അത് ചെയ്തിടത്തെല്ലാം നമ്മൾ വിജയിച്ചിട്ടുണ്ട്. സമാധാനം സംരക്ഷിക്കാൻ വേണ്ടി രാത്രി പറവൂർ ജംഗ്ഷനിൽ കൂടെ നടക്കുകയാണ്.
അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പം ആ ഒരു നമ്മുടെ അധികാരമുണ്ട്, ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ആ സമയത്ത് ആകസ്മികമായിട്ട് നമ്മൾ കുത്തിവെക്കുക